ഇസ്ലാമിക കലണ്ടറിന് തുടക്കം കുറിച്ചത് ഹിജ്റ കൊണ്ടാണ്. ഹിജ്റ. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം മഹാനായ ദാർശനികനാണ്, ഭരണകർത്താവാണ്. ഉമറുൽ ഫാറൂഖ് നിസ്സാരനല്ലെന്ന് ലോകത്തിനറിയാം. ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പോലും പ്രശംസ പിടിച്ചു പറ്റിയ, ഞാനൊരു രാമരാജ്യം സ്വപ്നം കാണുന്നു, ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, താങ്കളുടെ രാമരാജ്യത്തിൽ മുസ്ലിങ്ങൾക്ക് എന്താ റോൾ? ഇവിടെ ഇപ്പൊ ഹിന്ദു രാജ്യം ഉണ്ടാക്കി മുസ്ലിമീങ്ങളുടെ പൗരത്വം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഭരണാധികാരികൾ ഗാന്ധിജിയെ പഠിക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ രാമരാജ്യം സ്വപ്നം കാണുന്നു. അപ്പൊ ചോദിച്ചു, രാമരാജ്യത്തിൽ മുസ്ലിങ്ങൾക്ക് സ്ഥാനമുണ്ടോ? അപ്പോൾ ബഹുമാന്യനായ നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞ മറുപടിയാണ്, ഞാൻ സ്വപ്നം കാണുന്ന രാമരാജ്യം ഇസ്ലാമിന്റെ ഖലീഫയായ ഉമറിന്റെയും അബൂബക്കറിന്റെയും ഭരണം കളിയാടുന്ന രാജ്യമാണ്. അതാണ് യഥാർത്ഥത്തിൽ. നോക്കൂ, ഈ ഉമറുൽ ഫാറൂഖ് 20-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ രാഷ്ട്രപുത്രൻ അല്ലെങ്കിൽ രാഷ്ട്രപിതാവ്, ഗാന്ധിജിയുടെ പ്രശംസ പിടിച്ചു പറ്റിയ മഹാനായ ഉമറുൽ ഫാറൂഖ് ഇസ്ലാമിക കലണ്ടറിന് തുടക്കം കുറിച്ചപ്പോൾ അതേത് ചരിത്രത്തെ ആധാരമാക്കണമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കണ്ടെത്തി അത് ഹിജ്റയാകണം എന്ന്. എന്താ ഹിജ്റയാകാൻ കാരണം എന്നറിയാമോ? എല്ലാ വർഷവും ഹിജ്റയിലേക്ക് മുസ്ലിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. ഹിജ്റയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാതെ മുസ്ലിങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങളെ, അപ്പോഴുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയില്ല. എല്ലാ കൊല്ലവും ഹിജ്റ ഓർക്കണം. നമ്മുടെ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയും അതുപോലെ തന്നെ നമ്മുടെ മതസംഘടനകളും എല്ലാം നമ്മുടെ മുഹറം വന്നപ്പോൾ ഹിജ്റ വിശദീകരണ സമ്മേളനങ്ങൾ കേരളം ഒട്ടാകെ നടത്തിയിട്ടുണ്ട്. എന്തിനാ? ഹിജ്റയെ മറന്നിട്ടൊരു ഇസ്ലാമിക ജീവിതം ഇല്ല. ഹിജ്റയിൽ നിന്ന് പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങൾ മുസ്ലിങ്ങൾക്കുണ്ട്. എന്താണ് ആ പാഠമെന്നല്ലേ? മുഹമ്മദുർ റസൂലുള്ളാഹി പിറന്നത് മക്കയിലാണ്. പക്ഷെ മക്കയിൽ പിറന്ന് 13 കൊല്ലം മക്കയിൽ ജീവിച്ചിട്ടും 13 കൊല്ലം കഴിഞ്ഞപ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് നാട്ടിൽ നിക്കക്കള്ളിയില്ല. പൗരത്വ പ്രതിസന്ധിയാണ്. അതൊരു പൗരത്വ പ്രതിസന്ധിയാണല്ലോ. സ്വന്തം രാജ്യത്ത് നിക്കക്കള്ളിയില്ലാതെ വരിക എന്ന് പറയുന്നതിന്റെ പേരാണല്ലോ പൗരത്വ പ്രതിസന്ധി. അള്ളാഹുവിന്റെ റസൂൽ അഭിമുഖീകരിച്ച ആ പൗരത്വ പ്രതിസന്ധി ഹിജ്റയുടെ ഒരു മുന്നൊരുക്കത്തിന്റെ ഭാഗമാണ്. 13 കൊല്ലം പുണ്യ റസൂൽ, അള്ളാന്റെ റസൂല് വിശ്വസ്ത എന്ന് മുഖത്തു നോക്കി വിളിച്ച സ്വന്തം ജനതയ്ക്കിടയിൽ 13 കൊല്ലം അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ കുറുമ്പ് മാറാത്ത ഖുറൈശി വര്യർക്ക് ഓതിക്കൊടുത്തേൻ പലവട്ടവും താൻ, ഈ നിങ്ങൾക്ക് ഉപ്പും കല്ലല്ല മരമല്ല അള്ളാഹു സർവാതിശക്തനേകൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ ചെയ്ത സേവനം എന്തായിരുന്നു അവിടെ നിന്ന് വള്ളത്തോള് പാടുന്നുണ്ട്. നമ്മൾ പറയണ്ട, വള്ളത്തോള് തന്നെ പറയുകയാണ്, കുറുമ്പ് മാറാത്ത ഖുറൈശി വര്യർക്ക് ഓതിക്കൊടുത്തേൻ പലവട്ടവും താൻ, ഈ നിങ്ങൾക്ക് ഉപ്പും കല്ലല്ല മരമല്ല അള്ളാഹു സർവാതിശക്തനേകൻ എന്ന് വളരെ അർത്ഥവത്തായി യുക്തിഭദ്രമായി ഈ പ്രപഞ്ചത്തിന്റെ അധിപനും അതീശനുമായ അള്ളാഹുവിനെ മുഹമ്മദുർ റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയപ്പോൾ അതവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് പൗരത്വ പ്രതിസന്ധി ഉണ്ടായത്. ഇവർക്കിരുട്ടേ പ്രിയമിത്രം ഊതിക്കെടുക്കയായി കൈത്തിരി കൊണ്ടുചെന്നാൽ മിന്നാമിനുങ്ങിൻ ചെറുതാം വെളിച്ചം പോലും സഹിക്കാത്ത തമസ്സിതേതോ. ഇത് മുസ്ലിം പാടുന്നല്ല, മലയാളത്തിന്റെ മഹാനായ കവി വള്ളത്തോൾ പാടുകയാണ്. ഇത് പറഞ്ഞിട്ട് കേൾക്കാൻ കഴിയാത്ത ഇവർക്ക് ഇരുട്ടാണ് മിത്രം, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇവർക്കിരുട്ടേ പ്രിയമിത്രം ഊതിക്കെടുക്കയായി കൈത്തിരി കൊണ്ടുചെന്നാൽ, ഒരു സത്യത്തിന്റെ കൈത്തിരി കൊണ്ടു ചെന്നാൽ അതുപോലും ഊതിക്കെടുക്കാനാണ് ഇവരുടെ വ്യഗ്രത. മിന്നാമിനുങ്ങിൻ ചെറുതാം വെളിച്ചം പോലും സഹിക്കാത്ത തമസ്സിതേതോ. ഒരു മിന്നാമിനുങ്ങിന്റെ ഒരു തിരിവട്ടം പോലും, സത്യത്തിന്റെ പ്രകാശത്തിന്റെ തിരിവട്ടം സഹിക്കാൻ കഴിയാത്ത ഇതെന്തൊരു ഗതികേടാണെന്ന് ആരാ ചോദിക്കുന്നത്? വള്ളത്തോൾ ചോദിക്കുക. മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ നിങ്ങൾക്ക് ഉപ്പും കല്ലല്ല മരമല്ല അല്ലാഹു സർവാദി ശക്തനേകൻ എന്ന് പറഞ്ഞതാണ് ഈ നബിയുടെ തെറ്റ്. അതല്ല തെറ്റെന്ത് നബിക്ക്? അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നബിക്ക് തെറ്റെന്താ? പക്ഷെ ഈ നബിക്ക് 13 കൊല്ലം ഇത് പറഞ്ഞതിന്റെ പേരിൽ മക്ക കൊടുത്ത സമ്മാനം എന്താണ്? അല്ലാഹ് പറയുകയാണ്, വൈദിയം ഗുറുബിക്കല്ലദീന കഫറു وَإِذْ يَمْكُرُ بِكَ الَّذِينَ كَفَرُوا لِيُثْبِتُوكَ أَوْ يَقْتُلُوكَ أَوْ يُخْرِجُوكَ وَيَمْكُرُونَ وَيَمْكُرُ اللَّهُ وَاللَّهُ خَيْرُ الْمَاكِرِينَ. അല്ലാഹു ഓർമ്മിപ്പിക്കുകയാണ് നബിയെ വൈദ് യംകുറു ബിക്കല്ലദീന കഫറു, സത്യനിഷേധികൾ താങ്കൾക്കെതിരിൽ ഗൂഢാലോചനകൾ നടത്തിയ സന്ദർഭം അങ്ങ് ഇപ്പോഴൊന്ന് ഓർത്തു നോക്ക്. വലിയ പദ്ധതിയായിരുന്നല്ലോ.
13 കൊല്ലം കഴിഞ്ഞപ്പോഴും നാട്ടിൽ നിക്കക്കള്ളിയില്ലാതെ മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നില്ലേ നബിയെ? അവരെന്തൊക്കെ പദ്ധതികളാണ് ഇട്ടത്? ലിയുസ്ബിതൂക, നബിയെ പിടിച്ച് ജയിലിൽ ഇടാനാണ് ആദ്യം ആലോചിച്ചത്. പ്രബോധകന്മാർക്ക് ജയിൽ എന്നുള്ളത് ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിന്റെ ഒരു പുതുമയാർന്ന അനുഭവമല്ല, അത് പ്രവാചകന്മാരുടെ അനുഭവമാണ്. സത്യം പറയുന്നവർക്ക്, ഇസ്ലാം പ്രബോധനം ചെയ്യുന്നവർക്ക് ജയിൽ എന്ന ശൈലി അത് പണ്ടേ ഇസ്ലാമിന്റെ ബദ്ധവൈരികളുടെ നയമാണ്. ലിയുസ്ബിതൂക, നബിയെ പിടിച്ച് ജയിലിലിടാൻ അവരാദ്യം ആലോചിച്ച അങ്ങനെയാ. അതല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രബോധകന്മാരെ ജയിലിലിടാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമല്ലല്ലോ. നോക്കൂ, മുസ്ലിമീങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ, ഒരു സംസ്ഥാനത്തെ തന്നെ ജയിലാക്കി മാറ്റി. 75,000 മുസൽമാൻ കുറ്റമെന്തെന്നറിയാതെ ഇന്ത്യൻ ജയിലുകളിൽ UAPA നിയമത്തിനും കരിനിയമങ്ങൾക്കും വിധേയരായി കഴിയുന്നത്ര 75,000 പേർ. എന്താണ് അതിന്റെ കാരണം? നമുക്കറിയാലോ. ഇപ്പോ നമ്മുടെ അബ്ദുൽ നാസർ മഅദനിയുടെ കാര്യത്തിൽ നമുക്ക് വളരെ വേദനയില്ലേ? മഅദനി സത്യത്തിൽ അദ്ദേഹം തെറ്റുകാരനാണെ ശിക്ഷിക്കണമെന്ന് നമ്മുടെ അഭിപ്രായം. പക്ഷേ 10 കൊല്ലം ജയിലിലിട്ട് അദ്ദേഹത്തെ കോടതി അദ്ദേഹത്തെ ഇറക്കി വിട്ടത് നിരപരാധിയാന്ന് പറഞ്ഞിട്ടാ. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? നിരപരാധിയാന്ന് കോടതി പറഞ്ഞ, നമ്മളാരും പറഞ്ഞല്ല. 10 കൊല്ലം. അപ്പോ 10 കൊല്ലം ജയിലോ? അത് നിരപരാധിക്ക് കിട്ടിയ ശിക്ഷ. എന്താണ് അദ്ദേഹം ചെയ്തത്? അദ്ദേഹം ഒരു പ്രബോധകനായി. അപ്പൊ പ്രബോധനത്തിന് നൽകുന്ന സമ്മാനം, തെറ്റുകാരനാണ് നമുക്ക് പ്രശ്നമില്ല. അദ്ദേഹം ചെയ്ത ഇന്ന കുറ്റത്തിനായിരുന്നു 10 കൊല്ലം ശിക്ഷിച്ചതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കൊരു പരാതി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു തെറ്റുമില്ല. അങ്ങനെ പറയുമ്പോ നമ്മുടെ സുപ്രീം കോടതിയുടെ ബാബരി വിധി പോലെ ആയിപ്പോയത്. പള്ളിയില് വിഗ്രഹം കൊണ്ടേ വെച്ചത് തെറ്റ്, പള്ളി പൊളിച്ചു എന്നുള്ളതിന് തെളിവൊന്നുമില്ല. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പച്ചയായി പറഞ്ഞിട്ട് പക്ഷെ പൊളിച്ചവർക്ക് പള്ളി എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. നിരപരാധിയാണ് 10 കൊല്ലം ശിക്ഷ. ഇതൊക്കെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു നിലയ്ക്കും ഒരു ലോജിക്കിനും ചേരാത്ത ഇത്തരത്തിലുള്ള നിലപാടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഇസ്ലാമിക സമൂഹത്തിനുണ്ടാകുന്ന ഒരു പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധി ഇസ്ലാമിന് പുത്തരിയല്ല. താങ്കളെ പിടിച്ച് ജയിലിലിടാനായിരുന്നില്ലേ നബിയെ അവരാദ്യം ശ്രമിച്ചത്? പക്ഷേ ജയിലിലിട്ടത് കൊണ്ട് കാര്യമില്ല എന്നവർ തിരിച്ചറിഞ്ഞപ്പോൾ രണ്ടാമതവർ ശ്രമിച്ചത് എന്തെന്നറിയുമോ? ലിയുഖ്രിജൂക, പുറത്താക്കി കളയാം എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് പുറത്താക്കുക. ഇയാള് നാട്ടിൽ നിന്ന ശല്യ. അള്ളാന്റെ റസൂല് നാട്ടിൽ നിന്ന് എന്താ ശല്യം? അള്ളാന്റെ ഒരു ശല്യവുമില്ല. മനുഷ്യര് നന്നാവും. അത് തന്നെ. മനുഷ്യൻ ഏകനായ അള്ളാഹുവിനെ അറിയും. മനുഷ്യൻ വ്യഭിചാരമുക്തനാകും. മനുഷ്യൻ മദ്യപാനത്തിൽ നിന്ന് പുറകോട്ട് പോകും. മനുഷ്യൻ പലിശ എന്ന് പറയുന്ന ചൂഷണ വ്യവസ്ഥയിൽ നിന്ന് പുറകോട്ട് പോകും. മനുഷ്യൻ അയൽക്കാരനെ സ്നേഹിക്കും. മനുഷ്യൻ പിതാവിന്റെ വിലയറിയും. മനുഷ്യൻ സ്ത്രീയുടെ മൂല്യമറിയും. മനുഷ്യൻ മക്കളെ സ്നേഹിക്കും. ഈ തരത്തിൽ മനുഷ്യൻ നന്നാകും. ഇതേ ഉള്ളൂ. മുഹമ്മദ് റസൂലുള്ള നാട്ടിൽ നിന്നാ കുഴപ്പമുള്ളൂ. പക്ഷേ ഈ മുഹമ്മദ് നാട്ടിൽ നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് താങ്കളെ പുറത്താക്കി കളയണമെന്നും അവർ പദ്ധതി ഇട്ടുവല്ലോ നബിയെ. പുറത്താക്കി കളയണമെന്ന് അള്ളാഹ് ഓർമ്മിപ്പിക്കുക. എന്നിട്ട് എന്താ ഉണ്ടായേ? അതിന് അള്ളാഹ് ഉപയോഗിക്കുന്ന പദം വൈദി യംകുറു, അവർ ഗൂഢാലോചന നടത്തി. പക്ഷേ അവർ ഗൂഢാലോചനകൾ നടത്തുമ്പോൾ മറുഭാഗത്ത് അള്ളാഹുവും തന്ത്രം മെനയുന്നുണ്ടായിരുന്നു. അതാണ് ഖുർആൻ. ഇത് ഹിജ്റയെ ഓർമ്മിപ്പിക്കുകയാണ്. ഹിജ്റയ്ക്ക് കാരണമായ ചരിത്ര സംഭവത്തെ ഓർമ്മിപ്പിക്കുമ്പോൾ ഈ 3 കാര്യവും ഈ ആയത്തിൽ അടുക്കി പറഞ്ഞത് എന്തിനാണ്? ഈ ഹിജ്റ തന്നെ ഓരോ വർഷവും നമ്മുടെ കലണ്ടറുകളുടെ താളുകൾ മറിയുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ വരണമെന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് തീരുമാനിച്ചത് എന്തിനാണ്? ഈ പ്രതിസന്ധി ലോക മുസ്ലിമീങ്ങൾക്ക് എന്നുണ്ടാകും. അതിന്റെ പരിഹാരം ഹിജ്റയുടെ പരിഹാരം തന്നെയാണ്. ഹിജ്റയിൽ നിന്നാണ് പാഠം പഠിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പോവുകയാണ്. ആ മതമാണ് ഈ മതം. ഏത് മതം? 2070 ആകുമ്പോൾ ക്രൈസ്തവ മതത്തെയും കടത്തിവറ്റി 1ാമതാകാൻ പോകുന്ന മതം. ആ മതമാണ് ഏഷ്യ ഉപഭൂഖണ്ഡത്തിൽ 100 കോടി ജനങ്ങളുള്ള മതം. ആ മതമാണ് ഇന്ന് ലോകത്ത് 200 കോടിയോളം ജനങ്ങളുള്ള മതം. ഏത് മതം? ഈ പുണ്യ റസൂൽ ഓടിപ്പോയ മതം. അങ്ങനെ അള്ളാന്റെ റസൂല് പോയിട്ട് വഴി മാറിക്കൊണ്ട് മദീനയിലേക്കുള്ള വഴി മാറി പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിശ മാറി സഞ്ചരിച്ച് സൗർ ഗുഹയിൽ പോയി താമസിച്ചതും ചരിത്രമല്ലേ? അള്ളാന്റെ റസൂൽ അന്ന് എത്ര പാടുപെട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചേ. ആ പാതിരാത്രിയിൽ ഇന്നും സൗർ ഗുഹയിൽ കയറാൻ ഒരു 1.25 മണിക്കൂർ വേണം.
അത്രയും വലിയ മലയുടെ മുകളിൽ പാതിരാത്രി പോയി അള്ളാന്റെ റസൂൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കയറിയിരിക്കണമെങ്കിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തങ്ങളാൽ കഴിയുന്ന പദ്ധതികൾ ആവിഷ്കരിക്കണം എന്നല്ലേ ഇത് പഠിപ്പിക്കുന്നത്. അങ്ങനെ പോയി അവരാ ഗുഹാമുഖത്ത് ഗുഹയിൽ കയറി ഇരുന്നപ്പോഴോ ഗുഹയിൽ കയറി ഇരുന്നു. കണ്ണു വെട്ടിച്ചാ പോയത്. പക്ഷേ കണ്ണു വെട്ടിച്ചൊക്കെ പോയെങ്കിൽ ശത്രു അവിടെ എത്തി. അള്ളാന്റെ റസൂലും അബൂബക്കറും ഇരിക്കുന്ന ഗുഹയുടെ മുമ്പിൽ, ആ ഗുഹയുടെ ഉപരിതലത്തിലുള്ള പാറപ്പുറത്ത് അവരുടെ കാൽ പെരുമാറ്റം കേട്ടുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പതറിപ്പോയില്ലേ? മുഹമ്മദുർ റസൂലുള്ളാഹിയോട് പറഞ്ഞില്ലേ നബിയെ, അവരൊന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മളെ പിടികൂടുമല്ലോ. ആരെയാണ് ഈ വിഷമിപ്പിക്കുന്നത്? ആരെയാ? അള്ളാന്റെ റസൂൽ അഭിമുഖീകരിച്ച പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി ത്യാഗത്തിന്റെ പ്രതിസന്ധിയാണ്. എന്ന് പറഞ്ഞാൽ നാം അള്ളാഹുവിന് വേണ്ടി, ദീനിന് വേണ്ടി ത്യാഗം ചെയ്യുന്നുണ്ടോ എന്നുള്ള പരീക്ഷണം മാത്രമാണ്. ത്യാഗം ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തിയാൽ അപ്പോൾ തന്നെ അത്ഭുതം കാട്ടുന്നവനാണ് അള്ളാഹ്. ആ ഗുഹയിൽ അള്ളാന്റെ റസൂലിനെ തേടി അബൂജഹൽ അടക്കമുള്ളവരെത്തി. ഊരിപ്പിടിച്ച വാളുമായി ഗുഹാമുഖത്തെ പാറപ്പുറത്ത് കാൽപെരുമാറ്റം കേൾപ്പിക്കുന്ന ശത്രുക്കളെ കണ്ടുകൊണ്ട് അബൂബക്കർ പറഞ്ഞുപോയി, അവരൊന്ന് കുനിഞ്ഞു നോക്കിയാൽ പിടികൂടപ്പെടുമല്ലോ നബിയെ. അപ്പോഴാണ് മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് എന്തു പറ്റിപ്പോയി? മാലക്കും, നിങ്ങൾക്ക് എന്തു പറ്റിപ്പോയി? ഇദാ ഖീല ലക്കും ഉൻഫിറൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ പുറപ്പെടണം, പുറത്തിറങ്ങണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ, ഇസ്താഖൽതും മിനൽ അർളി, നിങ്ങൾ ജീവിക്കാനുള്ള കൊതിയുമായി നിങ്ങൾ അള്ളിപ്പിടിക്കുകയാണോ? നിങ്ങൾക്ക് ഇളകാൻ മനസ്സില്ല അല്ലേ? നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പണിയെടുക്കാൻ നിങ്ങളോട് പറഞ്ഞാൽ ഒരുപാട് പണിയെടുക്കേണ്ട സമയ. ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായി അധ്വാനിക്കേണ്ട സമയമാ. അത് ചിലരുടെ തലയിൽ ഏൽപ്പിച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ അള്ളിപ്പിടിക്കാൻ ശ്രമിക്കരുതെന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ, ആഖിറത്തേക്കാൾ ഭൗതിക ജീവിതത്തെ നിങ്ങൾ തെരഞ്ഞെടുത്തുവോ? അള്ളാഹു ചോദിക്കുക. ആഖിറമാണ് വലുത്. ആഖിറം അനന്തമാണ്. ആഖിറം അവസാനിക്കാത്തതാണ്. മുസൽമാൻ അള്ളാഹുടെ ഓഫർ സ്വർഗമാണ്, പരലോകമാണ് അവന്റെ ഓഫർ. അവിടെയാണ് അവന്റെ സ്വർഗം, ഇവിടെ അവന്റെ ജയിലാണ്. അറളീതും ബിൽ ഹയാത്തിദ് ദുനിയാ മിനൽ ആഖിറ ഫമാ മതാഉൽ ഹയാത്തിദ് ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ. പരലോകത്ത് ഭൗതിക ജീവിതം തുച്ഛമാണ്. ഇത് പറഞ്ഞിട്ട് അല്ലാഹു പറയുക, ഇല്ലാ തൻസുറൂഹു, നിങ്ങൾ എന്റെ നബിയെ സഹായിച്ചില്ലെങ്കിൽ പോട്ടെ. ഇല്ലാ തൻസുറൂഹു, നിങ്ങൾ എന്റെ പ്രവാചകനെ സഹായിച്ചില്ലെങ്കിൽ പോട്ടടാ. അല്ലാഹു പറയാ, ഫഖദ് നസറഹുല്ലാഹ്, ആ നബിയെ അല്ലാഹ് സഹായിച്ചിട്ടുണ്ട്. ആ നബിയെ അല്ലാഹ് സഹായിച്ചില്ലെങ്കിൽ ഇന്ന് നാം ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഉണ്ടോ? അന്നാ നബിയെ അല്ലാഹ് സഹായിച്ചു. അല്ലാഹ് സഹായിക്കാൻ നബിക്ക് മുമ്പിൽ വെച്ച വ്യവസ്ഥ എന്താ? നബിയെ പാതിരാത്രിയിൽ ശത്രുവിന്റെ വാൾത്തലപ്പിന്റെ മുമ്പിൽ നിന്ന് ജീവൻ കയ്യിലെടുത്തുകൊണ്ട് ആ ആറ് സൗറി പോയി വിളിക്കണമെന്ന്. ഇത്രയും വലിയ ത്യാഗം അള്ളാന്റെ റസൂലിനെ ചെയ്യിച്ചതിന് ശേഷമാണ് അള്ളാഹു താല അത്ഭുതം കാട്ടിയത്. അള്ളാഹു അത്ഭുതം കാണിക്കും. ഏതുപോലെ? ഗുഹാമുഖത്ത് വന്നെത്തിയ ശത്രുക്കൾ ആ ഗുഹയിലേക്കൊന്ന് ഒളിഞ്ഞുപോലും നോക്കാതെ തിരിച്ചുപോയത് ലോക ചരിത്രത്തിലെ അത്ഭുതമാണ്. വിശദീകരിക്കാനാകാത്ത സമസ്യയാണ്. ഇതാണ് അള്ളാഹുടെ അത്ഭുതം. ഇതാണ് അള്ളാഹുടെ സഹായം. ഇങ്ങനെ സഹായിച്ചോളൂ അള്ളാഹു. ഖുർആനിൽ പറയണ, നിങ്ങൾ ഒന്നും നോക്കണ്ട, മുമ്പിൽ വാളുള്ള ശത്രു ഉണ്ടെന്നുള്ളതൊന്നും നിങ്ങളെ പേടിപ്പിക്കേണ്ട, മുമ്പിൽ കടലാണെന്നുള്ളത് പേടിപ്പിക്കേണ്ട, അധികാരം നിങ്ങൾക്ക് എതിരാന്നുള്ളത് നിങ്ങൾ പേടിപ്പിക്കേണ്ട. നിങ്ങൾ എനിക്ക് വേണ്ടി ത്യാഗം ചെയ്തിട്ടുണ്ടോ? എന്താണ് അവിടെ സംഭവിച്ചത്? അള്ളാഹുടെ സഹായം എങ്ങനെയുണ്ടായത്? അവിടെ വെച്ച് തന്നെ പുണ്യ റസൂൽ കയറിയിരുന്ന മാളത്തിൽ, ആ മാളത്തിന്റെ പഴുതടയ്ക്കാൻ കഴിയാതിരുന്ന ഒരു മാളത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു വിഷപ്പാമ്പ് പുറത്തു വന്ന് അബൂബക്കറിന്റെ കാലിൽ ദംശിച്ചില്ലേ? അബൂബക്കറിന്റെ കാലിൽ കൊത്തിയ പാമ്പിന്റെ വിഷം, അതിന്റെ വേദന സഹിക്കവയ്യാതെ പുളഞ്ഞുപോയില്ലേ അബൂബക്കർ? എന്നിട്ടും തന്റെ മടിയിൽ തലതായിച്ചുറങ്ങുന്ന പുണ്യ റസൂലിനെ ഉണർത്താതിരിക്കാൻ വേണ്ടി വേദന കടിച്ചമർത്തിയില്ലേ അബൂബക്കർ? അങ്ങനെ വേദന ഏറ്റുവാങ്ങുന്ന അബൂബക്കറിന്റെ കണ്ടടങ്ങളിൽ നടന്നു വീണുന്ന കണ്ണീർ തുള്ളികൾ അള്ളാഹിന്റെ റസൂലിന്റെ കവിൾത്തടങ്ങളിലേക്ക് ഉറ്റി വീണപ്പോൾ അള്ളാഹിന്റെ റസൂലിന്റെ ഉറക്കം ഞെട്ടിയില്ലേ? വേദനിച്ചില്ലേ അബൂബക്കർ? ത്യാഗം ചെയ്തില്ലേ ഇസ്ലാം? ത്യാഗത്തിലൂടെയല്ലേ അത്ഭുതം കണ്ടത്? എന്താ സംഭവിച്ചേ? അള്ളാഹിന്റെ റസൂൽ ഉണർന്നു നോക്കുമ്പോ കരയുന്ന അബൂബക്കറിനെ കണ്ടിട്ട് തന്റെ ഉമിനീരൽപ്പം തൊട്ടെടുത്തിട്ട് അബൂബക്കറിന്റെ കാലിന്റെ മുറിവട്ടത്തിൽ തേച്ചു കൊടുത്തപ്പോൾ വിഷപ്പാമ്പ് കൊത്തിയ വിഷം
അതോടുകൂടി അവസാനിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ വേദനിപ്പിച്ചിട്ടേ അള്ളാഹ് അത്ഭുതം കാട്ടൂ. വേദനിപ്പിച്ചിട്ടേ അള്ളാഹ് അത്ഭുതം കാട്ടൂ. ഇപ്പൊ നമുക്ക് തോന്നിപ്പോകുന്നുണ്ടാകും ഇന്ത്യ ഒട്ടുക്കും വിഷപ്പാമ്പുകളാണെന്ന്, അല്ലേ? സാരമില്ല, കൊത്തിക്കോട്ടെ. അള്ളാഹിന്റെ റസൂലിന്റെ ഉമിനീരിന്റെ ഔഷധം കയ്യിലുണ്ടോ? തീർച്ചയായിട്ടും ഈ ഉമ്മത്ത് രക്ഷപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലെങ്കിൽ അന്ന് അവർ അള്ളാഹിന്റെ റസൂലിന്റെ തലയെടുക്കാതെ മടങ്ങിപ്പോകുമോ? അബൂബക്കറിനെ വേട്ടയാടാതെ മടങ്ങിപ്പോകുമോ? പക്ഷെ അല്ലാഹു തആല അവിടെ അത്ഭുതം കാട്ടി. അല്ലാഹ് പറയുകയാണ്, ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. നിങ്ങൾ അള്ളാഹിന്റെ റസൂലിനെ, പ്രവാചകനെ സഹായിച്ചില്ലെങ്കിൽ പോകട്ടെ, അള്ളാഹു ആ നബിയെ സഹായിച്ചിട്ടുണ്ട്. ഫഖദ് നസറഹുല്ലാഹ്. എപ്പോഴാ സഹായിച്ചേ? ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ. അദ്ദേഹം തന്റെ ചങ്ങാതിയോട്, കൂട്ടുകാരനോട് പറഞ്ഞ സമയത്ത് എന്താ പറഞ്ഞേ? ലാ തഹ്സൻ അബൂബക്കറെ, സങ്കടപ്പെടാതെ, ഇന്നല്ലാഹ മഅനാ, അല്ലാഹ് നമ്മോടൊപ്പമുണ്ട് അബൂബക്കറെ. അല്ലാഹ് കൂടെ ഉള്ളപ്പോഴാണ് ഈ പാടെല്ലാമേ. അല്ലാഹ് കൂടെ ഉള്ളപ്പോഴാണ് ഈ ബദ്ധപ്പാടെല്ലാമെന്ന്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്ന് അബൂബക്കറിനോട് പറഞ്ഞ സമയത്ത് അല്ലാഹു അല്ലേ ആ പ്രവാചകനെ സഹായിച്ചത്? നിങ്ങളല്ലല്ലോ, മക്കയിലെ പ്രമാണിമാരല്ലല്ലോ, വാൾ തലപ്പുകളല്ലല്ലോ, സഹായിച്ചത് അല്ലാഹയല്ലേ. ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ. അല്ലാഹു അവരുടെ മനസ്സിൽ ശാന്തി നൽകിയില്ലേ? അള്ളാഹിന്റെ റസൂൽ അത് പറഞ്ഞതോടെ അബൂബക്കർ സാന്ത്വനിച്ചു. അബൂബക്കർ വേർത്തുപോയി. അബൂബക്കറിന്റെ ജീവനെ കുറിച്ച് ഓർത്തല്ല, അള്ളാഹിന്റെ റസൂലിന്റെ ജീവനെ കുറിച്ച് ഓർത്ത് മുമ്പിൽ വാളുമായി വന്ന് നിൽക്കുന്ന, തങ്ങളെ വേട്ടയാടാൻ ഒരുങ്ങി മക്കയിൽ നിന്ന് പുറപ്പെട്ടു വന്ന അശ്വാരൂഢന്മാർ വിയർത്തുപോയി അബൂബക്കർ. പക്ഷേ ഇന്നല്ലാഹ മഅനാ എന്ന ഒരൊറ്റ വാക്കിൽ അൻസലല്ലാഹു സക്കീനത, അബൂബക്കറിന് സമാധാനമുണ്ടായി. കണ്ടോ? അള്ളാഹിന്റെ റസൂലിന്റെ ഉറപ്പാ. മുമ്പിൽ വാൾത്തലപ്പുമായിട്ട് ആളുകൾ നിൽക്കുക. എന്നിട്ടോ വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ, ആരും കാണാത്ത അദൃശ്യ സൈന്യത്തെ കൊണ്ട് അള്ളാഹു അവരെ സഹായിച്ചും ഇല്ലേ. അപ്പൊ ഇന്ത്യയുടെ പട്ടാളം എതിരായാലോ എന്നല്ല നമ്മുടെ പേടി. അള്ളാഹുടെ സഹായം വരുന്നത് ഇന്ത്യയുടെ പട്ടാളത്തെ കൊണ്ടല്ല. അത് വേണ്ട. അൻസലഹു ബിജുനൂദിൻ ലം തറൗഹാ, അവർ കാണാത്ത സൈന്യത്തെ കൊണ്ട് അള്ളാഹു സഹായിച്ചു. എന്തായിരുന്നു ആ കാണാത്ത സഹായം? കാണാത്ത സൈന്യം അള്ളാഹ് തന്നെ പറഞ്ഞു. ഒരു സൈന്യം ഉണ്ടായിരുന്നു അവിടെ. ആ സൈന്യം എന്തായിരുന്നു അറിയാമോ? ഗുഹയിലേക്ക് മിക്കവാറും പ്രവേശനം അസാധ്യമാക്കുന്ന നിലയിൽ ആ ഗുഹാമുഖത്തേക്ക് വീണ് കിടക്കുന്ന ഒരു വൃക്ഷച്ചില്ല. അത്രേ ഉള്ളൂ. ഒരു വൃക്ഷത്തിന്റെ ചില്ല അങ്ങോട്ട് വീണ് കിടക്കാൻ ഇവർ വന്നപ്പോ കാണുന്ന കാഴ്ച. ആ ചില്ല മറികടന്നുകൊണ്ട് ഗുഹയിലേക്ക് കടക്കാൻ പറ്റില്ല. ഇതാ ഇവർ കാണുന്നത്. അപ്പൊ പിന്നെ അവിടെ എന്തില്ല? അവിടെ മുഹമ്മദും അബൂബക്കറും കയറിയിട്ടില്ല. രണ്ടാമത്തത് എന്താണ്? ഒരു ചിലന്തി വല, അവിടെ വല കെട്ടിയിരിക്കുകയാണ്. ആ വലയെ ഭേദിക്കാതെ അകത്തേക്ക് കടക്കാൻ കഴിയില്ലല്ലോ. പിന്നെയോ മുട്ടയിട്ട് കുറുകുന്ന ഒരു പ്രാവ്, മുക്കിട്ടയിട്ട് കുറുകുന്ന പ്രാവും ചിലന്തി വലയും ഗുഹാമുഖത്തേക്ക് വീണ് കിടന്ന വൃക്ഷച്ചില്ലയും, ഈ മൂന്ന് സാധനങ്ങൾ അൻസലഹു ബിജുനൂദിൻ ലം തറൗഹാ, കാണാത്ത സൈന്യങ്ങളായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ്. അപ്പോ അല്ലാഹു തആല അത്ഭുതം കാട്ടും, യാതൊരു സംശയമില്ല. അത്ഭുതം അകമ്പടി സേവിച്ച ത്യാഗത്തിന്റെ പേരാണ് ഹിജ്റ. നമ്മൾ ത്യാഗം ചെയ്യേണ്ടി വരും. പടച്ചവന്റെ ദീനിന് വേണ്ടി ത്യാഗം ചെയ്യാതെ, നമ്മുടെ വിശ്വാസം പരീക്ഷിച്ചുറപ്പ് വരുത്താതെ അള്ളാഹു അത്ഭുതം കാണിക്കുമെന്ന് കരുതി നമ്മൾ ആരും വ്യാമോഹിച്ചിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ റസൂലിനെ ഇമ്മട്ടിൽ ത്യാഗത്തിന്റെ ഓരോ വിവിധങ്ങളായ ഘട്ടങ്ങൾ പുണ്യ റസൂല് പിന്നിട്ട് കടന്നുപോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഗുഹയിൽ നിന്നിറങ്ങി അന്വേഷണം ഏതാണ്ടൊന്ന് നിലച്ചുവെന്നായപ്പോൾ, അന്വേഷണത്തിന്റെ ആരവങ്ങളൊന്നും അടങ്ങിയെന്നായപ്പോൾ ഗുഹയിൽ നിറങ്ങിയ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൊരിയുന്ന ചൂടിൽ കൊടും ചൂട് സഹിച്ചുകൊണ്ട് പകലൊക്കെ വിശ്രമിച്ച്, മരത്തണലിൽ വിശ്രമിച്ച്, പാതിരാത്രിയിൽ യാത്ര ചെയ്തുകൊണ്ട്, ത്യാഗം ചെയ്തുകൊണ്ട് മദീനയിലേക്ക് പോകുമ്പോൾ നാം ഒന്ന് ഓർക്കണം, അള്ളാഹിന്റെ റസൂലിന് നൽകാൻ ബുറാഖില്ലായിരുന്നു അള്ളാഹുടെ കയ്യില്. ബുറാഖില്ലേ? എന്താ കൊടുത്തില്ല? അള്ളാഹിന്റെ റസൂല് വെയിൽ കൊള്ളണം, പിന്നെ നമ്മൾ മാത്രം വെയിൽ കൊള്ളരുത്. നമുക്കിപ്പോ ഒരു തീരുമാനമുണ്ട്, ഞങ്ങൾ അള്ളാഹുടെ ഭാഗത്ത് നിന്നോളാം, വെയിൽ കൊള്ളാൻ ഞങ്ങളോട് പറയരുത്. അതാണ് ഇപ്പൊ നമ്മുടെ നയം. പടച്ചവന് വേണ്ടി, ദീനിന് വേണ്ടി വെയിൽ കൊള്ളാൻ തയ്യാറുണ്ടോ? ഉച്ചനേരത്ത് ളുഹർ ബാങ്ക് വിളിച്ചാൽ പള്ളിയിൽ വെയിൽ കൊണ്ട് നമസ്കരിക്കാൻ പോകാൻ നേരമുണ്ടോ? പ്രിയപ്പെട്ടവരെ, അല്പം തണുപ്പേറ്റുവാങ്ങി സുബ്ഹി നിസ്കാരത്തിന് പള്ളിയിൽ പോകാൻ പോലും മുസൽമാന് മനസ്സുണ്ടോ? ത്യാഗത്തിന് സന്നദ്ധമല്ല.
ഇങ്ങ് സഹായിച്ചാ മതി എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ പ്രതിസന്ധികളുടെ വാളുകൾ തൂങ്ങി നിൽക്കും. അതാണ് മുസൽമാന്റെ സ്ഥിതി. നോക്കൂ, ആസാമിലും ബംഗാളികളുമാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ. ഒരൊറ്റ തൊഴിലാളി നിസ്കാരത്തിന്റെ സമയമായി നിസ്കരിക്കണമെന്ന് വീട്ടുകാരനോട് ഇന്ന് വരെ പറഞ്ഞായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഉണ്ടോ? എന്നാലോചിക്കേ, ആസാമും ബംഗാളും ഒക്കെ എന്തുകൊണ്ട് പ്രതിസന്ധിയാകുന്നു എന്നാലോചിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ പണിക്ക് വരുന്ന പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളായ ആസാമികൾ ഇന്ന് വരെ അവരെ കൂടുതൽ നമ്മൾ അവരെ പരിചയപ്പെട്ടാൽ ചിലപ്പോൾ പറയും അവര് ഹാഫിളാന്ന് വരെ പറഞ്ഞു കളയും. അതാണ് പേടി. ഹാഫിളാണ്, ആലിമാന്ന് വരെ പറഞ്ഞു കളയും. പക്ഷേ അള്ളാഹുവിനെ അവരെന്തോ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ മറന്നുപോയി. വിദേശത്തേക്ക് ജോലി തേടി എത്തിയപ്പോൾ പടച്ചവനെ മാറ്റിവെച്ചവർക്ക് ഇന്നൊരു പൗരത്വ പ്രതിസന്ധിയുണ്ട്. അവർ അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളത് തന്നെയാണ് ആ പ്രതിസന്ധിയുടെ പരിഹാരം. അള്ളാന്റെ റസൂൽ ആ മരുഭൂമിയിൽ പൊരിച്ചൂട് സഹിച്ചുകൊണ്ട് യാത്ര ചെയ്തു പോകുമ്പോൾ ഒട്ടകത്തിന്റെ 100 ഒട്ടകം വ്യാമോഹിച്ചുകൊണ്ട് സുറാഖ പിന്നാലെ വന്നില്ലേ? സുറാഖ വന്ന് അള്ളാന്റെ റസൂലിനെ പിടികൂടുമെന്നായപ്പോൾ, അള്ളാന്റെ റസൂലിനോട് അടുക്കാൻ നേരമായപ്പോൾ സുറാഖയുടെ കുതിരക്കാലുകൾ മരുഭൂമിയിലെ മണലിൽ പൂണ്ടുപോയില്ലേ? അത്ഭുതം കാണിക്കാൻ അറിയുന്ന അള്ളയാണ് റസൂലുള്ളയെ പൊരിവെയിലിട്ട് ഈ പെടാപ്പാടുപെടുത്തുന്നത്. അറിയണം ഹിജ്റയുടെ ചരിത്രം. അതിനകത്ത് വലിയ പൊരുളുണ്ട്. ത്യാഗത്തിന്റെ പിറകെ അത്ഭുതം കാണൂ. നമ്മൾ ത്യാഗം ഏറ്റെടുക്കണം. ഇത്തിരി പണിയെടുക്കണേ, മുടങ്ങാതെ ഒന്ന് നിസ്കരിക്കണേ, നോമ്പൊക്കെ കൃത്യാക്കണേ, സക്കാത്ത് കൊടുക്കാൻ കൈ കാശുണ്ടെങ്കിൽ അതും കൊടുത്തേക്കണേ, ഹജ്ജ് ചെയ്യാൻ അവസരം വന്നു കഴിഞ്ഞാൽ കാത്തിരിക്കാതെ അങ്ങ് ചെയ്തേക്കണേ. ഇതൊക്കെ ത്യാഗത്തിന്റെ ഒരു വശങ്ങൾ മാത്രമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സാഹോദര്യത്തിന്റെ ഉന്നതമായ മുഖം ലോകത്ത് പ്രദർശിപ്പിക്കണ്ടേ? അന്യോന്യം ശത്രുത പള്ളികളിലും മഹല്ലുകളിലൊക്കെ പോലും എന്താ സ്ഥിതി? സുബ്ഹാനല്ലാഹ്, അല്ലാഹ് കാക്കുമാറാകട്ടെ. മുസ്ലിം മഹല്ലുകൾ പിടിച്ചെടുത്ത് അന്യോന്യം പ്രസിഡന്റും സെക്രട്ടറിയും ഖജാജിയുമാകാൻ വേണ്ടി തമ്മിത്തല്ലുന്ന ഒരു വർഗമായി ഈ സമുദായം അധികാരത്തിന് വേണ്ടി അധപ്പതിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇവർക്ക് വേണ്ടിയല്ല അള്ളാഹു സഹായം കരുതി വെച്ചത്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ത്യാഗം ചെയ്യുന്നവർക്ക് വേണ്ടിയാണ്. സുറാഖയുടെ കുതിരക്കാലുകൾ മണ്ണിൽ പൂണ്ടുപോയില്ലേ? അവസാനം തന്നെ അറുകൊല ചെയ്യാൻ വന്നവൻ അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ അഭയാർത്ഥിയെ പോലെ യാചിച്ചു നിന്നില്ലേ? അള്ളാഹുവിന്റെ റസൂല് സുറാഖയ്ക്ക് അഭയം നൽകിയില്ലേ? ഒപ്പം ഒരു വാഗ്ദാനം കൂടി നൽകിയില്ലേ? സുറാഖ, കിസ്റയുടെ തങ്കവളകൾ താങ്കളുടെ കൈകളിൽ അണിയിക്കപ്പെടുന്ന നാളുകൾ അതെത്ര മനോഹരമായിരിക്കും സുറാഖ. അള്ളാഹു റസൂൽ ചോദിച്ചാ, കിസ്റയുടെ വളകൾ കയ്യിൽ അണിയിക്കപ്പെടുന്ന നാളെന്ന് ആരാ പറഞ്ഞേ? നാട്ടിൽ നിക്കക്കള്ളിയില്ലാതെ മദീനയിലേക്ക് പായുന്ന ഒരു അഭയാർത്ഥി പറയുകയാണ് തന്നെ കൊല്ലാൻ വന്ന ആളുകളോട്, അന്നത്തെ ലോക രാഷ്ട്ര അമേരിക്ക, അന്നത്തെ അമേരിക്കയാണ് കിസ്റ, ആ കിസ്റയുടെ തങ്കവളയൽകൾ താങ്കളുടെ കൈകളിൽ അണിയിക്കപ്പെടുമെന്ന്. അത് നടന്നില്ലേ പ്രിയപ്പെട്ടവരെ? ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ കിസ്റ കീഴടങ്ങുകയും കിസ്റയുടെ തങ്കവളകൾ സുറാഖയുടെ കൈകളിൽ അണിയിക്കപ്പെടുകയും ചെയ്തില്ലേ? അപ്പോ ത്യാഗമില്ലാത്തൊരത്ഭുതമില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അങ്ങനെ പോയ ആ യാത്ര ചെന്ന് കയറുന്നത് എങ്ങോട്ടാ? നാടിൽ നിന്ന് നാട്ടിപ്പായിക്കപ്പെട്ട ഒരു അഭയാർത്ഥി അപ്പുറത്ത് മദീനയിൽ ചെന്ന രാജ്യത്തിന്റെ അരജനായി, ആ രാജ്യത്തിന്റെ അനിഷേധ്യനായ രാജാവായി അള്ളാഹുവിന്റെ റസൂൽ മദീനയിൽ ചെന്ന് കയറുന്നു. നോക്കണേ, ഇവിടെയാണെങ്കിൽ നാട്ടിൽ നിന്ന് ഓടിക്കപ്പെടുന്ന അഭയാർത്ഥി 14 ദിവസം കഴിഞ്ഞ് മദീനയിൽ ചെന്ന് കയറുന്നത് ഒരു രാജ്യത്തിന്റെ അധികാരത്തിന്റെ ചെങ്കോലുമായി. ഇതാണ് അള്ളാഹ്. ത്യാഗം അതാരും ചെയ്യണം, അള്ളാഹുവിന്റെ റസൂലും ചെയ്യണം, മുഴുവൻ നബിമാരും ചെയ്യണം. ഇതാണ് ചരിത്രത്തിന്റെ പാഠം. അപ്പൊ പരീക്ഷണത്തെ പേടിക്കണ്ട. ഇത് പരീക്ഷണം മാത്രമാണ്. പരീക്ഷണം പരാജയമല്ല, പരീക്ഷണം വിജയത്തിന്റെ മുന്നോടിയാണ്. ആർക്ക്? അധ്വാനിക്കുന്നവർക്ക്. പരീക്ഷയെ പേടിച്ചിട്ട് ഒരു വിദ്യാർത്ഥി പരീക്ഷയെ പങ്കെടുക്കാതെ ഒളിച്ചോടിയാൽ അവൻ വിജയിക്കുമോ? പരീക്ഷയെ ധീരമായി നേരിടുന്നവനോ അവൻ അടുത്ത ഗ്രേഡിലേക്ക് അവന് എന്ത് ചെയ്യും? വിജയം കിട്ടും. അപ്പൊ പരീക്ഷണം വന്നു എന്ന് വന്നാൽ തന്നെ തീരുമാനിച്ചോ, ഒരു വിജയം നമ്മുടെ തൊട്ടു മുമ്പിൽ നിൽപ്പുണ്ട്. പക്ഷെ പരീക്ഷയെ പേടിച്ച് ഓടരുത്, പരീക്ഷയെ മുഖാമുഖം നിന്ന് നേരിടുക എന്നുള്ളത് മാത്രമാണ്. അല്ലാഹ് പറയാലെ തുബുലവുന്ന ഫീ അംവാലിക്കും, നിങ്ങളുടെ ധനത്തിൽ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും, വ അൻഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിലും പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. പോരാ, വല തസ്മഉന്ന, തീർച്ചയായും ഇതേ താക്കീതുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹ് പറയുകയാണ്, വല തസ്മഉന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ കാതുകൊണ്ട് കേൾക്കേണ്ടി വരിക തന്നെ ചെയ്യും, തന്നെ ചെയ്യും, തന്നെ ചെയ്യും. കേൾക്കേണ്ടി വരും. എന്ത് കേൾക്കേണ്ടി വരും? വല തസ്മഉന്ന മിനല്ലദീന ഊത്തുൽ കിതാബ, ക്രിസ്ത്യാനികളിൽ നിന്നും ജൂതന്മാരിൽ നിന്നും,
ഉണ്ടാകുന്ന അദൻ കസീറ വമിനല്ലദീന അശ്റകൂ, ഹിന്ദുത്വക്കാരിൽ നിന്നും, ക്രിസ്ത്യാനികളിൽ നിന്നും, ജൂതന്മാരിൽ നിന്നും, ഹിന്ദുത്വക്കാരിൽ നിന്നും അവർ നിങ്ങൾക്ക് നേരെ ഉയർത്തുന്ന അദൻ കസീറ, പീഡന വാർത്തകൾ നിങ്ങളുടെ TV ചാനലുകളിലൂടെ, നിങ്ങളുടെ സോഷ്യൽ മീഡിയകളിലൂടെ ലതസ്മഉന്ന, നിങ്ങൾക്ക് കേട്ടോണ്ടിരിക്കേണ്ടിയും വരും. പരീക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന വർത്തമാനകാലത്തിന്റെ മറ്റൊരു ചിത്രം വരച്ച് കാട്ടുക. ലതസ്മഉന്ന, നിങ്ങൾക്ക് കേട്ടോണ്ടിരിക്കേണ്ടിയും വരും. ഏത് ഈ 3 വിഭാഗത്തിൽ നിന്ന് നിങ്ങളുടെ നേരെ ഉയരുന്ന ഈ 3 കൈകോർത്തിരിക്കുകയല്ലേ ട്രംപും നെതന്യാഹുവും, ദൗർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും കൈകോർത്തിരിക്കുകയല്ലേ മുസ്ലിമീങ്ങളുടെ പൗരത്വം റദ്ദാക്കാൻ, മുസ്ലിമീങ്ങളെ രാജ്യത്ത് 4ാം കിട പൗരനാക്കാൻ, അവരുടെ വോട്ടവകാശം റദ്ദാക്കാൻ അവര് എന്ന വാർത്തകളിലെ തസ്മഉന്ന, നിങ്ങൾ കേൾക്കേണ്ടി വരിക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആനാണ്. ബഹുമാനപ്പെട്ട ഉസ്താമാരോട് ചോദിച്ചോ, ഞാൻ ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല. വല തസ്മഉന്ന, ഇവരിൽ നിന്നൊക്കെ നിങ്ങൾ അദൻ കസീറ, പീഡന വാർത്തകൾ ധാരാളം നിങ്ങൾ കേൾക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വാളെടുക്കണമോ, വടിയെടുക്കണമോ, നിയമം ലംഘിക്കണമോ, തീവ്രവാദം നടത്തണോ, ഭീകരവാദികളാകണോ? ഒന്നും വേണ്ട. ഫഇൻ തസ്ബിറൂ വതത്തഖൂ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. നിങ്ങൾ ഒട്ട് ക്ഷമിച്ചാൽ മതി, ഒരല്പം സഹിച്ചോളൂ, അല്പം ക്ഷമിച്ചോളൂ. എന്താ പാട്? അള്ളാഹുവിന്റെ റസൂലിന് സഹിക്കാമെങ്കിൽ, സഹാബാക്കൾക്ക് ക്ഷമിക്കാമെങ്കിൽ, നിങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് അല്പം സഹിച്ചൂടാ? സഹിച്ച് നിങ്ങൾ കുറച്ചൊന്ന് തിന്നൂടാ? നിങ്ങൾ വെറുതെ ക്ഷമിച്ചാൽ മാത്രം പോരാ. ഇന്നിപ്പോ എല്ലാവർക്കും ക്ഷമയാണ്, മാക്സിമം ക്ഷമയും സംയമനവുമാണ്. പക്ഷെ ക്ഷമ മാത്രം പോരാ. വഇൻ തസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കുകയും വതത്തഖൂ, നിങ്ങൾ തഖ്വ ചെയ്യുകയും ചെയ്യുമെങ്കിൽ. ഞാൻ തഖ്വ ചെയ്തിട്ടുണ്ടെന്ന് ഒന്ന് ഉറപ്പുവരുത്തിയേക്കണം. എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിനെതിരൊന്നും ചെയ്തിട്ടില്ല എന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തുമെങ്കിൽ, ഓരോ സമൂഹവും ഉറപ്പുവരുത്തുമെങ്കിൽ, ഓരോ സ്റ്റേറ്റും ഉറപ്പുവരുത്തുമെങ്കിൽ അതുമാത്രം മതി അള്ളാഹ്ക്ക്. വെറുതെ സഹിച്ചിട്ട് വീട്ടിൽ പോയി കള്ളടിച്ച് പൂസായി കിറുങ്ങിപ്പോയി കിടക്കുക. ഞങ്ങൾ ക്ഷമിച്ചോരല്ലേ? ക്ഷമ കൊണ്ട് മാത്രം, സംയമനം കൊണ്ട് മാത്രം കാര്യമില്ല. വലഇൻ തസ്ബിറു വഇൻ തസ്ബിറു വതത്തഖൂ, ക്ഷമയും തഖ്വയും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വെറുതെ പൊട്ടിത്തെറിക്കണ്ട, വെറുതെ നിങ്ങൾ ക്ഷുഭിതരാകണ്ട. നിങ്ങൾ ക്ഷമിച്ചോളൂ, പക്ഷെ തഖ്വ കയ്യിലുണ്ടാകണം. വഇൻ തസ്ബിറു വതത്തഖൂ, അങ്ങനെ ഉണ്ടായാലോ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അത് ഉലുൽ അസ്മുകളുടെ നടപടിയാണ്. എന്താ ഉലുൽ അസ്മുകളുടെ നടപടി? ഉലുൽ അസ്മുകൾ 5 പേരാ. ഈ 5 ഉലുൽ അസ്മുകളെയും അള്ളാഹ് സഹായിച്ചിട്ടുള്ള എങ്ങനെയാണെന്നറിയാവോ? അവർക്ക് ഐക്യരാഷ്ട്രസഭയുടെ പിൻബലമുള്ളപ്പോഴല്ല, അവർക്ക് സ്വന്തം രാജ്യത്തിന്റെ പിൻബലമുള്ളപ്പോഴല്ല, അവർക്ക് ലോക രാഷ്ട്ര സമുച്ചയങ്ങൾ എതിരായിരുന്നു, അവർക്ക് സ്വന്തം രാജ്യത്തെ ഭരണാധികാരികൾ എതിരായിരുന്നു, അവർക്ക് സമൂഹം എതിരായിരുന്നു, അതിനപ്പുറം അവർക്കെല്ലാം എതിരായിരുന്നു. ഇബ്രാഹിം നബിയാണ് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. അപ്പോൾ നിങ്ങളെ നാം സഹായിക്കുന്നത് ഉലുൽ അസ്മുകളെ സഹായിച്ച പോലെയാ. ഉലുൽ അസ്മുകളിൽ ഒന്നാമൻ ഇബ്രാഹിം നബിയാ. ഇബ്രാഹിം നബിയെ സഹായിച്ചത് എപ്പോഴാ? നമ്രൂദിനെ അനുകൂലമാക്കിയപ്പോഴാണോ? നമ്രൂദ് എതിരാണ്, രാഷ്ട്രത്തിന്റെ ഭരണാധികാരി എതിരാണ് എന്ന് മാത്രമല്ല, ഇബ്രാഹിം നബിയെ അള്ളാഹ് സഹായിച്ചത് തീയിൽ ഇറക്കി നിർത്തിയിട്ടാണ്. എന്തിനാ തീയിൽ ഇറക്കി നിർത്തിയ? എന്തിനാ? തീയുടെ ഇപ്പുറത്ത് വെച്ച് സഹായിച്ചാൽ എന്തോ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു എന്ന് ആളുകൾക്ക് തോന്നിപ്പോകും. ലോകം അങ്ങനെ ധരിച്ചു കളയരുത്. അള്ളാഹുടെ സഹായം വരുന്നത് സാധ്യതകളുടെ നടുവിലല്ല, സാധ്യതകൾ ഇല്ലാത്തപ്പോൾ സഹായിക്കുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് ഇബ്രാഹിമിനോട് പറഞ്ഞു, തീയിലേക്ക് അങ്ങോട്ട് ചാടിക്കോ, തീക്കകത്തേക്ക് ഇറങ്ങിക്കോ, എന്റെ സഹായം അവിടെയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തീയുടെ കരയ്ക്ക് വെച്ച് സഹായിച്ചിട്ടില്ലെങ്കിൽ ഇനി എപ്പ സഹായിക്കാനാണെന്ന് ചോദിച്ചാൽ ഇബ്രാഹിമിന് അള്ളാഹ് നൽകിയ സഹായം ലോകം കാണുമായിരുന്നോ? തീയിൽ നിന്ന് ഒരു രോമം പോലും കരിയാതെ സുസ്മേരവദനായി പുറത്തു വന്ന ഇബ്രാഹിമിനെ ലോകം ദർശിച്ചു. അത് ലോകത്തിന്റെ മഹാത്ഭുതമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹ് സഹായിക്കുന്നത് ഒന്നുമില്ലാത്തപ്പോഴാണ്. രണ്ടാമത്തെ ഉലുൽ അസ്മാരാണ്. രണ്ടാമത്തെ ഉലുൽ അസ്മ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. അതിന്റെ മുമ്പാണ്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ സഹായിച്ചത് എപ്പോഴാണ്? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒന്നുമില്ല, പ്രളയം ലോകത്തെ മൂടി, രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല, ലോകം മുഴുവൻ പ്രളയത്തിൽ മുങ്ങി നിൽക്കുകയാണ്. നാടാകെ പ്രളയത്തിൽ. ഒരു കൊച്ചു കപ്പൽ പണിതോളാൻ പറഞ്ഞു. നൂഹ് പോലും വിചാരിച്ചു ഈ കപ്പൽ കൊണ്ട് എന്ത് നേടാനാണ്?
അവസാനം ആ ഒരൊറ്റ കപ്പലിലാണ് രക്ഷിച്ചത്. ലോകം മുഴുവനെതിര്, സാധ്യത മുഴുവനെതിര്. ഒരു സാധ്യതയും ഇല്ലാതെ സഹായിക്കുന്നതാണ്. നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ, തഖ്വ ചെയ്യുമെങ്കിൽ അല്ലാഹ് നിങ്ങളെ സഹായിക്കുന്ന ശൈലി. ക്ഷമയും തഖ്വയും ഉള്ളവരെ അല്ലാഹ് സഹായിക്കുന്നത്. എല്ലാ സാധ്യതകളും എതിരാകുമ്പോഴാ. ഇന്ത്യയുടെ പട്ടാളം എതിരായാൽ എതിരാകട്ടെ, ആഭ്യന്തരമന്ത്രി എതിരായാൽ എതിരാകട്ടെ, പ്രധാനമന്ത്രി എതിരായാൽ എതിരാകട്ടെ, അർദ്ധ സൈനിക സേന എന്നവകാശപ്പെടുന്ന ഒരു പറ്റമുണ്ടല്ലോ, ഒരു പറ്റം ഭീകരർ, അവരെതിരാണെങ്കിൽ എതിരാകട്ടെ, ആരും എതിരാകട്ടെ, നിങ്ങളുടെ അല്ലാഹ് ഇന്നദാലിക മിൻ അസ്മിൽ ഉമൂർ നിങ്ങളെ സഹായിക്കുന്നത് നൂഹിനെ സഹായിച്ച പോലെയാണ്. പിന്നൊരു ഉലുൽ അസ്മുണ്ട്, മൂസ നബിയെ സഹായിച്ചത് എങ്ങനെയാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ അസ്മുൽ ഉമൂർ ചുമ്മാ പറയണല്ല, ആ ഒരൊറ്റ വാക്കിൽ അല്ലാഹു തആല കണക്ട് ചെയ്ത് ബന്ധിപ്പിച്ചത് ഒരുപാട് സംഭവങ്ങളെയാ. എന്താണെന്നറിയോ? ആ വെള്ളം എവിടെ സഹായിച്ചേ? തൊട്ടു മുമ്പിൽ കടലാണ്, പിന്നിൽ ഫിർഔന്റെ സേനയാണ്, കൂട്ടത്തിൽ കടലാണ് മുമ്പിൽ, രക്ഷയ്ക്കൊരു ഉപാധിയും ഇല്ല. അവർ ചോദിച്ചു പോയി, റസൂല് പോലും ചോദിച്ചു പോയെന്നാണ്. കൂടെയുള്ളവരും ചോദിച്ചു, മത്താ നസ്റുല്ലാ, ഇനി എപ്പോഴാ അല്ലാഹ് സഹായിക്കുക? ഇനി എപ്പോഴാ അല്ലാഹ് സഹായിക്കുക? ഇനി കടലിൽ ചാടിയിട്ടാണോ സഹായിക്കാന്ന്? കടലിൽ ചാടിയിട്ടാണോ സഹായിക്കുക എന്ന് ചോദിച്ചു പോയി. എപ്പോഴാ സഹായിച്ചേ? ചാടും മുന്നേ സഹായിച്ചോ? കടലിൽ ചാടിയപ്പോഴാണ് മൂസയെ അല്ലാഹ് സഹായിച്ചത്. ഇതാണ് ഉലുൽ അസ്മുകളെ സഹായിക്കുന്നത്. ക്ഷമിച്ചോ, തഖ്വ ചെയ്തോ. ഈസ നബിയെ അല്ലാഹ് സഹായിച്ചത് എപ്പോഴാ? ശത്രുക്കൾ കൊല്ലാൻ വേണ്ടി വേട്ടയാടുകയാണ് കുരിശുമായി. കുരിശിൽ തറയ്ക്കാൻ വേണ്ടി വേട്ടയാടുമ്പോൾ ഒരു സഹായത്തിന്റെ സാധ്യതകളും മുമ്പിലില്ല. അല്ലാഹു തആല അല്ലാഹു ഈസാ ഇലസ്സമാ, ആകാശത്തിലേക്ക് അല്ലാഹു ഈസ നബിയെ ഉയർത്തിയത് സാധ്യതകളില്ലാത്ത സഹായമാണ്. നിങ്ങൾ ഈ പീഡന വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് രക്ഷയുടെ ഉപായം അല്ലാഹ് പറഞ്ഞു തരുന്നത്, നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ, തഖ്വ ചെയ്യുമെങ്കിൽ ഉലുൽ അസ്മുകളെ പോലെ സഹായിക്കുമെന്ന് പറഞ്ഞാൽ ഈസയെ സഹായിച്ച പോലെ. പിന്നെ ആരാ ഉലുൽ അസ്മ്? മുഹമ്മദ് റസൂലുള്ളാഹിയെ സഹായിച്ചതാണ് ഹിജ്റയിലൂടെ നമ്മൾ കണ്ടത്. എല്ലാ സാധ്യതകളും എതിര്, നാടെതിര്, നാട്ടിൽ നിന്ന് അഭയാർത്ഥിയായി നാട് വിട്ടോടുന്ന മുഹമ്മദ് റസൂലുള്ളാഹ് 14 ദിവസത്തിന്റെ ഗ്യാപ്പ് മാത്രം, ആ ഗ്യാപ്പിനിടയിൽ ത്യാഗം മാത്രം, കൊടും ചൂട് മാത്രം, എല്ലാ പ്രതിസന്ധികളും മുമ്പിലുണ്ട്. ശത്രുക്കൾ എപ്പോൾ പുറകിൽ വരുമെന്ന ആശങ്ക മുഴുവനും വേട്ടയാടുന്നുണ്ട്. 14 ദിവസത്തിന്റെ ഒരു ഗ്യാപ്പ്, ഒരു ത്യാഗം. ചെന്ന് കയറുന്നത് മദീനയിലെ രാജാവായി. അന്നു മുതൽ പിന്നീട് മരണം വരെ പുണ്യ റസൂൽ മദീനയുടെ രാജാവാണ്. ഇതാണ് അല്ലാഹ് സഹായിക്കുന്ന സഹായം. അതുകൊണ്ട് അന്ന് ആ മദീനയുടെ രാജാവ് പിന്നെ 8 കൊല്ലത്തിന് ശേഷം മക്കയും തിരിച്ചു പിടിച്ച് മക്കയുടെയും രാജാവായി 10,000 പേരുമായി തിരിച്ചു വന്ന് അന്ന് തുടങ്ങിയ മതമാണ്. അന്ന് കോടിയൊന്നും ഇല്ലട്ടോ, അന്ന് കോടിയും 100 കോടിയും അതുപോലെ തന്നെ 2070 ആകുമ്പം ലോകത്തെ വലിയ മതവും ഒന്നും ആകാൻ പോകുന്ന ഒരു ലക്ഷണമില്ല. അന്ന് തുടങ്ങിയ മതമാണ്. ഇന്ന് അൽഹംദുലില്ലാ അമേരിക്ക എതിരാകുമ്പോൾ, ഇസ്രയേൽ എതിരാകുമ്പോൾ, ഇന്ത്യ എതിരാകുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ മതമാകാൻ പോകുന്നുവെന്ന് മുസ്ലിങ്ങളുടെ റിസർച്ച് സ്ഥാപനമല്ല, അമേരിക്കയിലെ പ്യൂ റിസർച്ച് സെന്റർ പറയുന്നുവെന്ന് കേരളത്തിന്റെ മതേതരനായ മന്ത്രി ഇസ്ലാമിക ശത്രുക്കളുടെ മീഡിയയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് കേരള മണ്ണിൽ വിളിച്ചു പറയുന്നതെങ്കിൽ ഈ മതം വളരാനുള്ള മതമാണ്, ഈ മതം ഉയരാനുള്ള മതമാണ്, ഈ മതം അല്ലാഹുവിന്റെ സഹായമുള്ള മതമാണ്. അതിന് അധികാര ശക്തികളുടെ പീഡനങ്ങൾ അതിനെ തളർത്തുകയില്ല, തകർത്തുകയില്ല. അതുകൊണ്ട് പൗരത്വ പ്രശ്നം തന്നെയാണ്. നമ്മൾ നമ്മുടേതായ പദ്ധതികൾ ആവിഷ്കരിച്ചു കൊള്ളണം. നാം നമ്മളാൽ കഴിയുന്ന പരിപാടികൾ ആസൂത്രണം ചെയ്തു കൊള്ളണം. വിജയിപ്പിക്കുന്നത് അല്ലാഹുവാണ്. അല്ലാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ മുമ്പിൽ എന്നും ഓർമ്മയിലിരിക്കേണ്ട ഒരു സംഗതി, പീഡനവും പ്രയാസവും വരുമ്പോൾ പടച്ചവന്റെ ദീനിനെ വലിച്ചെറിഞ്ഞ് പുറകോട്ട് പോകേണ്ടവരല്ല നമ്മൾ. പരീക്ഷണമില്ലാതൊരു ഇസ്ലാം ഇല്ല, പരീക്ഷണമില്ലാതൊരു സ്വർഗമില്ല, പരീക്ഷണമില്ലാതെ അള്ളാഹുവിൻ്റെ ഒരു സഹായമില്ല. അതുപോലൊരു പരീക്ഷണം ഇന്ത്യൻ മുസ്ലിമീങ്ങൾ വിഭജനാന്തരം ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ തുറിച്ചു നോക്കുന്ന നാളുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നല്ലാതെ നമ്മൾ തോറ്റുപോകും, നമ്മൾ ഈ നാട്ടിൽ നാട്ടിപ്പായിക്കും, നമ്മൾ തകർന്നു പോകും എന്നൊന്നും പേടിക്കണ്ട. റബ്ബ് നമ്മളോടൊപ്പം ഉണ്ട്, ഉണ്ടായിരിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള മുസ്ലിം ഉമ്മത്ത് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും അവന്റെ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിക്കുന്ന പാതയിലൂടെ പരിഹാരം കണ്ടെത്താനുള്ള ആർജവവും തൗഫീഖും അല്ലാഹു മുസ്ലിം ഉമ്മത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ.